കുറച്ച് കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചു. ഇനി നമുക്കൊരു കുക്കറാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് പ്രഥമൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ കഴുകി വെള്ളം ഒക്കെ കളഞ്ഞ് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മൂക്കുന്നത് വരെ വറുത്തെടുക്കാം. കുറച്ചൊരു നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി വറുത്തെടുക്കണം. ഈ കുക്കറിൽ തന്നെ വറുക്കാൻ വെച്ചത് ഈ പാത്രത്തിൽ തന്നെ നമുക്കിത് വേവിക്കാൻ വെക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വേറെ 2 പാത്രമൊന്നും എടുത്തിട്ട് വെറുതെ നമ്മളെ പണി അധികമാക്കി എടുക്കണ്ടല്ലോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചെറിയ ചൂടിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പോലത്തെ കളറാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കടലപ്രഥമൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഇഷ്ടമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പരിപ്പ് വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വെന്ത് കിട്ടേണ്ട വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുക്കറിൽ ഞാനൊരു 5 വിസിലാണ് അടിച്ചത്. അതും ആദ്യത്തെ വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സിമ്മിൽ വെച്ചിട്ട് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അധികം വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. കാരണം കുറച്ച് പായസം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാനും കൂടി ഉണ്ടാകുന്ന ഒരു ടേസ്റ്റാണ്. ഇനി വെല്ലം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 ആണി വെല്ലമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1/2 കിലോ വെല്ലം ഉണ്ടാവുമായിരിക്കും. ഇനി നമുക്കിതൊരു ഉരുളി അടുപ്പത്ത് വെച്ച് വേവിച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി ഇതിൽ നിന്നും ഒന്ന് കയ്യിൽ വെച്ച് ഉടക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി ഇപ്പോൾ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽട്ടായ വെല്ലം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെല്ലത്തിൽ കുറച്ച് കട്ടയും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ പായസത്തിൽ വെല്ലം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ കുറച്ച് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച 2ാം പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുറുകി വരണം. നമുക്കത് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കുറുകി വരുന്ന സമയത്ത് ഞാൻ ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. പിന്നീട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റേത് കുറച്ചായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പ്രഥമൻ്റെ ടേസ്റ്റ് കിട്ടാൻ നമുക്ക് ചുക്കുപൊടി അത്യാവശ്യമാണ്. ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണിത്. ആദ്യം കുക്കറിലൊന്ന് വേവിക്കേണ്ട ഒരു സമയവും തേങ്ങാപ്പാൽ റെഡിയാക്കേണ്ടത് മാത്രമേ പണിയുള്ളൂ. അപ്പോൾ ഇത് 1ാം പാൽ ഒഴിച്ചാൽ അധികം തിളക്കാൻ വേണ്ടി വെക്കേണ്ട. ചെറുതായൊരു തിള വരുന്ന സമയം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറവ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചീനച്ചട്ടി ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നെയ്യിൽ വറുത്തത് കൊണ്ട് തന്നെ പിന്നീട് വേറെ നെയ്യ് ഒഴിച്ച് കൊടുത്തില്ല ഞാൻ. അപ്പോൾ ഈ
മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് ബാക്കി വരുന്ന നെയ്യും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം. ഇത് ഞാൻ 2 ദിവസം മുന്നേ തയ്യാറാക്കിയതാണ്. അപ്പോൾ നമ്മുടെ പ്രഥമനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടൊക്കെ പോയാൽ നന്നായിട്ട് ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമ്മുടെ പായസം എന്താ കുറച്ചുകൂടി കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. താങ്ക് യു.